മുമ്പത്തെ വീഡിയോക്കകത്ത് നമ്മുടെ ഗ്രാൻഡ് അമ്മൂമ്മനെ പറ്റിച്ചിട്ട് നമ്മുടെ കാറുമായിട്ട് മുങ്ങിയായിരുന്നു. പക്ഷെ പോകുന്നതിന് നമ്മുടെ ഗ്രാനത്തുള്ള വന്നിട്ട് നമ്മുടെ കാറിനിട്ട് തന്നെ വെടിവെച്ചു കേട്ടോ. അത് പിന്നെ നമ്മളെ പിടിച്ച് വീട്ടിൽ കൊണ്ടിട്ടിരിക്കുവാണ്. പക്ഷെ നമ്മൾ ഇന്ന് എന്തായാലും നമ്മുടെ വീടിന്റെ ഡോറ് പൊളിച്ചു വരെ എന്തായാലും ഇവിടുന്ന് ചാടുന്നതായിരിക്കും. അപ്പം എല്ലാരും ലൈക്ക് ചെയ്യാത്തരാണെങ്കിൽ ലൈക്ക് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരു 50 ലൈക്കാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 50 ലൈക്ക് ആക്കി തരുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്തരാണെങ്കിൽ ചാനലും കൂടെ സബ് ചെയ്യൂ. അപ്പോൾ നമ്മൾ റോഡ് ടു 100 സബ്ബാണ്. അപ്പോഴത്തേക്ക് എല്ലാവരും ഒരു 100 സബ്ബൊക്കെ ആക്കി തന്നിരിക്കുന്നു. നമുക്കപ്പോ നേരെ എന്തായാലും ഗെയിം ഗായ്സ് അങ്ങനെ നമ്മുടെ ഡേ 1 ആയിട്ടുണ്ട്. നമുക്കപ്പോ എന്തായാലും ഇന്ന് നമ്മുടെ വീടിന്റെ ഡോർ പൊളിച്ച് നമുക്ക് എന്തായാലും ചാടണം. ആ കള്ളക്കിളവിടെ കാണും കേട്ടോ. അവര് കുറച്ച് സീനാണ് അവര്. അപ്പൊ ഗായ്സ് ഈ ഒരു നമ്മുടെ പീസുള്ള ഗ്രാനിക്ക് കുഴപ്പമുണ്ട് കേട്ടോ. നമ്മുടെ മൊബൈലിനകത്തുള്ളതിനകത്ത് ഗ്രാനി അടുത്തൊരു ഒരു പാട്ട് കേൾക്കും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഗ്രാനി അടുത്തുണ്ട്. പക്ഷെ ഇതിനകത്ത് അങ്ങനത്തെ പാട്ടൊന്നും കേൾക്കണില്ല. അത് കാരണം ഞാൻ അറിയത്തോലില്ല, ഗ്രാനി അടുത്തൊന്നും അറിയത്തോലില്ല കേട്ടോ. വരുന്നുണ്ട്, തള്ള വരുന്നുണ്ട്. ശേ നമ്മള് നേരെ ഫ്രണ്ടിൽ ചെന്ന് ആടിക്കൊടുത്തു കേട്ടോ. ഇവിടെ ബേഡ് സീഡ്. ഈ ഒരു സാധനത്തിന് വേണ്ടി ഞാൻ മുമ്പ് കളിച്ചായിരുന്നു. ഞാനിത് മുമ്പേ ഇതിന്റെ വീഡിയോ ഇന്നലെ ഇടണ്ടായിരുന്നു കേട്ടോ ഗൈസ്. അപ്പം കുറെ കളിച്ചിട്ട് എനിക്ക് പാഡ്ലോക്ക് കിട്ടണില്ല. ആ പാഡ്ലോക്ക് കണ്ടിട്ട് ഞാൻ 2 മണിക്കൂർ തിരുന്നു കേട്ടോ. എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. പിന്നെ രണ്ടാമത് പിന്നെ റെക്കോർഡ് ചെയ്ത് കേട്ടോ. ഇത് കട്ടിംഗ് പ്ലേറ്റ്സ് ആട്ടോ ഇതിനകത്തുണ്ടോ നോക്കട്ടെ. ഇതിനകത്തോണ്ട് നമുക്ക് നോക്കിയേക്കാം. ഓ ഒരു കോക്ക് വീൽ ഇരിപ്പുണ്ട്. ഞാൻ മുമ്പത്തേനത് ക്രോക്ക് ബാർ എന്നാട്ടോ പറഞ്ഞോണ്ടിരുന്നേ. തള്ള ഇപ്പൊ ഇങ്ങോട്ട് ഓടി വരും. പെട്ടെന്ന് അയ്യോ ഇതങ്ങനെ കട്ട് ചെയ്തേക്കാം. നമുക്കപ്പോ ഈ കട്ടിംഗ് പ്ലെയർ കൊണ്ട് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ അങ്ങ് ചെയ്തിട്ടേക്കാം. പിന്നെ അത് കഴിഞ്ഞ് സീനില്ലല്ലോ. ഇത് സെറ്റ് ആക്കിയിട്ടുണ്ട്. നമുക്കപ്പോ ഇനി നോക്കാം. കട്ടിംഗ് പ്ലെയറിന് വേണ്ടെന്ന് പറയുകയാണെങ്കിൽ മേളിലാണ്. നമുക്കപ്പോ മേളിലും കൊണ്ടിടണത്. ഇവിടെ ചിരിച്ചോണ്ടിരിക്കും കേട്ടോ കള്ളക്കിളവി. ഇവിടെ തോക്കിന്റെ അയ്യോ നമുക്ക് വെപ്പൺ കീ കിട്ടിയിട്ടുണ്ട്. വെപ്പൺ കീ കിട്ടി. നമ്മുടെ മെയിൻ സാധനം നമുക്ക് കിട്ടിയിട്ടുണ്ട് വെപ്പൺ കീ. നമുക്കിനി വെപ്പൺ കീ വന്നിട്ട് നമുക്ക് നേരെ മേളിൽ പോയി ഗ്രാനി തന്നെ അങ്ങോട്ട് ഉറക്കാം. അതേ ഉള്ളൂ ഒരു വഴി. തള്ളനെ ഉറക്കി കഴിഞ്ഞാൽ പിന്നെ സീനില്ല. നമുക്കപ്പം കട്ടിംഗ് പ്ലെയർ നമ്മുടെ ഞാൻ ഇതിവിടെ കൊണ്ടിട്ടേ. ഇവിടെ കിട്ടുന്നു കേട്ടോ നമ്മുടെ കട്ടിംഗ് പ്ലെയർ. അതിവിടെ കിടപ്പുണ്ട്. ഞാൻ ഇവിടെ ഒരു റിമോട്ട് കൺട്രോൾ ഇഷ്ടം മറ്റേ സംഭവം ഒന്ന് ഓപ്പൺ ആക്കി നോക്കിയായിരുന്നു. പക്ഷെ അതിനകത്താണെങ്കിൽ ഒന്നുമില്ല. നമ്മുടെ പെപ്പർ സ്പ്രേ മാത്രമേ ഉള്ളൂ. അതിൻ്റെ ആവശ്യം നമുക്കില്ല. അത് ഇതാക്കിയാലും കുറച്ച് 1-2 സെക്കൻഡ്സിലേക്ക് മാത്രമേ ഗ്രാനി ഒന്ന് ഇതാകത്തുള്ളൂ. പെട്ടെന്നുള്ളൊരു ഇതിന് യൂസ് ചെയ്യാം, അത്രേ ഉള്ളൂ. ഇങ്ങോട്ട് വല്ലതും വഴിയോ ഇതുള്ള ഇനി. വരും വരട്ടെ ഓടിയോ ഉറക്കണം. എന്നിട്ട് നമുക്ക് പിന്നെ ഉറക്കി കിടന്ന് ഉറങ്ങാം. അവിടെ ഇനി കാർക്കി നമുക്ക് കാർക്കി എടുക്കണം. ഇവിടെ ഇതിനകത്ത് വല്ലതും ഉണ്ടോ നോക്കാം. ഇതിനകത്തൊന്നുമില്ല. ഈ പാവ എന്തിനു ഉപയോഗിക്കുന്ന എനിക്കൊരു പിടുത്തില്ല കേട്ടോ. നമ്മുടെ പാവ മറ്റേ നമ്മുടെ ഏഞ്ചലീനയുടെ ഒരു ഇതുണ്ടല്ലോ, അതിനകത്ത് അങ്ങനെ കിട്ടിടുവാണെങ്കിൽ നമുക്ക് എന്തോ കിട്ടുമെന്നാണ്. തള്ള ഇവിടെയൊക്കെ കേണി കൊണ്ട് ഇട്ടിരിക്കും കേട്ടോ. രണ്ടാമത്തെ കോക്കുവിലോട്ട് ഇരിപ്പുണ്ട്. നമ്മുടെ വെപ്പൺ കീ എവിടെ ഇരിക്കുന്നത് ഞാൻ മറന്നു കേട്ടോ. അവിടെ അങ്ങോട്ട് ഇരിപ്പുണ്ടായിരുന്നു വെപ്പൺ കീ. ഇതിനകത്തും ഒന്നുമില്ല. ഓ പ്ലേ ഹൗസ് കീ കിട്ടി നമുക്ക്. നമ്മുടെ 2 എണ്ണം നമുക്ക് കണ്ടായിരുന്നല്ലോ എവിടെ ഇരിക്കുന്നേ. നമ്മുടെ 2 സംഭവം ഞാൻ എവിടെ കണ്ടിരിക്കുന്നത് കണ്ടായിരുന്നു. എവിടെയായിരുന്നു അത്? ഗായ്സ് നമ്മുടെ 2 കോക്ക് വീല് എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇത് ഓരോന്നോരോന്നായിട്ട് കൊണ്ടുപോയി വെച്ച് നോക്കാം. ഇതിനകത്തൊക്കെ എന്തെങ്കിലും കാണുമായിരിക്കും. ഗ്രാനിത്തള്ള എഴുന്നേക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് കൊണ്ടുവെക്കണം. ഓ അപ്പൊ ഗായ്സ് നമുക്ക് മാസ്റ്റർ കീ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഗായ്സ് നമുക്ക് അങ്ങനെ ഹാമറും കിട്ടിയിട്ടുണ്ട്.
അപ്പൊ നമുക്കിനി ഒരു ഐറ്റം കൂടെ കിട്ടിയാൽ മതി, പാഡ്ലോക്ക്. ആ സാധനം കിട്ടാനായിട്ടാണ് ഏറ്റവും പരം മെനക്കേട് കേട്ടോ. ഞാനിത് കുറെ നോക്കിയിട്ട് കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയില്ല. പാഡ്ലോക്ക് ആയിരിക്കും ഇനി അവർ മെയിനായിട്ട് എവിടെയെങ്കിലും കൂടെ ഒളിപ്പിച്ച് വെക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇനി മേളിലും കൂടെ നമ്മൾ നോക്കണം. ഒന്നെങ്കിൽ സ്പൈഡറിന്റെ സംഭവത്തിൽ, അല്ലെങ്കിൽ മെലോൺ അങ്ങനത്തെ അതൊക്കെ കാണാനായിട്ട് ചാൻസ് ഉള്ളത്. എന്നിട്ട് മേലോട്ട് പെട്ടെന്ന് കേറുവാണ്. തള്ള ഇപ്പൊ കണ്ടേനെ. പക്ഷെ എഞ്ചിൻ പാർട്ടാട്ടോ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ ഒരു ആവശ്യം ഇല്ല സത്യം പറഞ്ഞ. ഇനി നമുക്ക് ഇതുകൊണ്ട് പൊട്ടിച്ചു നോക്കാനുള്ളതാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് ഡോറും പൊളിക്കണം. പിന്നെ നമ്മുടെ മേളിലുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെയും കൂടെ സെറ്റ് ആയി കഴിഞ്ഞാൽ രണ്ടിടത്ത് കട്ടിംഗ് പ്ലെയറും കിടപ്പുണ്ട് അവിടെ. അപ്പൊ നമുക്ക് എന്തായാലും രണ്ടിടത്തോടും പോകാനുള്ള സംഭവം ഉണ്ട്. എന്തായാലും ഈ തള്ളയൊന്ന് പോട്ടെ, അല്ലെങ്കിൽ പിന്നെ പണി കിട്ടും. അപ്പൊ ഗൈസ് നമുക്ക് കിട്ടിയിരിക്കുന്ന ഐറ്റംസ് ഇപ്പം നമ്മുടെ മീറ്റ് കിട്ടി. ഞാൻ ആ സാധനം തുറന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ആ തള്ളേരൊക്കെ അടുത്ത് ഉറക്കിയിട്ട് ഞാൻ പോയ സാധനം തുറന്നായിരുന്നു. അപ്പൊ നമുക്ക് മീറ്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് ആ സംഭവത്തിനകത്ത് നമ്മുടെ മറ്റേ സേഫ് കീ ഇരിപ്പുണ്ട്. എനിക്ക് തോന്നുന്നു സേഫ് കീക്കകത്ത് എന്തെങ്കിലും കാണുമെന്ന് തോന്നുന്നു, സേഫ് കീ. പിന്നെ നമുക്ക് എനിക്കൊന്ന് ഒന്നെങ്കിൽ നമ്മുടെ മേള് മീറ്റിന്റെ ആ സംഭവത്തിനകത്തായിരിക്കും പാഡ്ലോക്ക് ഇരിക്കണേ. എന്തായാലും ഞാൻ ഗ്രാനി ഒന്ന് ഉണരുന്ന നോക്കിയിരിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ താഴത്തോട്ട് ആടുമ്പോൾ അവർ മേലെ ഒന്ന് പിടിക്കും നമ്മളെ. അപ്പൊ ഗൈസ് ഇതിനകത്തും കൂടെ നോക്കാം. അപ്പൊ ഗൈസ് ഇനി സേഫ് കീക്കകത്ത് എന്തെങ്കിലും കാണുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. നമുക്കപ്പോൾ എന്തായാലും നോക്കാം. സേഫ് കീക്കകത്ത് നമുക്ക് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇത് കിട്ടിയാലും മതി. വരുന്നുണ്ടോ അല്ല? വരുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തള്ളി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും താഴത്തോട്ട് പോവാം. വരുന്നുണ്ടെന്ന് തോന്നുന്നു. ആ വന്നു വന്നു വന്നു. ഓ പെട്ടെന്ന് 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 എന്തായാലും ഞാൻ ഇവിടോട്ട് സൗണ്ട് ഉണ്ടാക്കി എന്ത് ഇങ്ങോട്ട് വരുത്തും. അപ്പൊ ഗായ്സ് നമുക്ക് ഇതിനകത്ത് ഇത് കിട്ടി. എനിക്ക് തോന്നുന്നു ഇതിനകത്തായിരിക്കും ചിലപ്പം നമ്മുടെ പാഡ്ലോക്കി ഉള്ളതെന്ന് തോന്നുന്നു കേട്ടോ. ഇതിനകത്ത് പാഡ്ലോക്കി ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ട് നമുക്ക് നേരെ ഇവിടുന്ന് ചാടാം. അപ്പൊ ഗായ്സ് മെലോൺ കിട്ടിയിട്ടുണ്ട്. മെലോൺ എനിക്കൊന്ന് ഇതിനകത്താണ് തോന്നുന്നു കേട്ടോ പാഡ്ലോക്കി. ഓ പാഡ്ലോക്ക് കിട്ടി. അപ്പൊ ഗൈസ് നമുക്ക് പാഡ്ലോക്ക് കിട്ടി. നമുക്ക് പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. എന്റെ പൊന്നോ, നമുക്കപ്പോ ഇവിടുന്ന് എസ്കേപ്പ് ആവും. നമ്മുടെ മാസ്റ്റർ സ്ക്രീൻ കിടക്കുന്നുണ്ട് അവിടെ. എനിക്കൊരു ഐഡിയ ഒന്നുണ്ട്. തള്ളിപ്പ് ഇങ്ങോട്ട് വരും. നമുക്ക് ആ സമയം കൊണ്ട് നേരെ മാസ്റ്റർ കീ എടുത്തോണ്ട് ഇവിടുന്ന് ചാടണം. ഇന്ന് മാസ്റ്റർ കീ എന്തിയേ? ഓ നമ്മളങ്ങനെ ഫൈനലി നമ്മുടെ ഗ്രാനുമ്മയുടെ ഡോറ് പൊളിച്ച് ഇവിടുന്ന് എസ്കേപ്പ് ആയിരിക്കും കേട്ടോ. അപ്പൊ ഗായ്സ് അങ്ങനെ നമ്മൾ ഗ്രാനി ചാപ്റ്റർ 1 കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇതിനകത്ത് മറ്റേ അണ്ടർഗ്രൗണ്ട് സ്ക്യൂർ എസ്കേപ്പ് ഇല്ല കേട്ടോ. ഇതിനകത്ത് എന്താ നോക്കിയിട്ട് കാണുന്നില്ല. അപ്പൊ നമ്മുടെ ഗ്രാനി ചാപ്റ്റർ 1 ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളപ്പോ എന്തായാലും ഇനി അടുത്തത് ചാപ്റ്റർ 2ഉം 3 ഒക്കെ കംപ്ലീറ്റ് ആക്കുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോക്ക് അത് കാണാം.